കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് മഹത്വം. കഴിഞ്ഞ ഏതാനും നാളുകളായിട്ട് നമുക്ക് ഗലാത്യ ലേഖനം പഠിക്കാനായിട്ട് സ്വർഗ്ഗത്തിലെ ദൈവം നമ്മളെ സഹായിച്ചു. ഗലാത്യ ലേഖനത്തിൻ്റെ 4 അധ്യായങ്ങൾ നമ്മൾ ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്തു. എന്നാൽ കഴിഞ്ഞ 3 ആഴ്ചയോളമായിട്ട് നമ്മുടെ മീറ്റിംഗ് ഓഫായിരുന്നു. അതിന് ചില കാരണങ്ങളുണ്ടായിരുന്നു. ഇന്ന് തടസ്സമൊന്നും കൂടാതെ അവസാനം വരെയും ചെയ്യുവാനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. മഴയും ഇരുട്ടും ഒന്നും നമ്മളെ ബാധിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വളരെ സന്തോഷമുണ്ട്. അപ്പോൾ നമ്മളിന്ന് 5-ാം അധ്യായത്തിലേക്ക് വരികയാണ്. കഴിഞ്ഞ നാളുകളിൽ പഠിച്ച കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഓർമ്മയിലുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഇല്ലെങ്കിലും വീണ്ടും വീണ്ടും ഈ ഗലാത്യ ലേഖനം വായിച്ചാൽ മതി. അപ്പോൾ ഞാൻ പഠിപ്പിച്ച കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം: സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ, അടിമ നുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. ഇവിടെ നിന്നുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറയണം. അപ്പോൾ അതിൻ്റെ താഴേക്കുള്ള വാക്യങ്ങൾ അധികം വിവരിക്കാതെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇവിടെ നമ്മൾ ഈ 1-ാം വാക്യത്തിൽ വായിക്കുന്ന സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ ആ സ്വാതന്ത്ര്യത്തിൽ ഉറച്ചു നിൽക്കണം, അടിമ നുഖത്തിലേക്ക് പിന്നെയും പോകരുത്. എന്താണ് അടിമത്തം? അടിമത്തം എന്താണെന്ന് മനസ്സിലായില്ലേ സ്വാതന്ത്ര്യം എന്താണെന്ന് മനസ്സിലാവുള്ളൂ. അടിമത്തം എന്താണെന്ന് ഗലാത്യ ലേഖനം ഇതിനു മുമ്പുള്ള ക്ലാസ്സുകളിലൊക്കെ കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. എന്താണ് നമ്മളെ സംബന്ധിച്ച്, മനുഷ്യനെ സംബന്ധിച്ച് അടിമത്തം എന്ന് പറയുന്നത്? അടിമത്തം ന്യായപ്രമാണമാണ് അടിമത്തം. അപ്പൊ ഈ അടിമത്തത്തിൽ നിന്നാണ് ക്രിസ്തു നമ്മളെ ഓരോരുത്തരെയും സ്വതന്ത്രരാക്കിയത്. അപ്പം സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ന്യായപ്രമാണം യഹൂദന്മാർക്ക് മാത്രമല്ലേ ഉള്ളൂ, ജാതികളായിരിക്കുന്ന നമുക്ക് എവിടുന്ന ന്യായപ്രമാണം എന്ന് നമ്മൾ ചോദിച്ചേക്കാം. ഞാൻ പറഞ്ഞു, ന്യായപ്രമാണം അതിനെക്കുറിച്ചൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഞാൻ വിശദമായിട്ട് പറഞ്ഞായിരുന്നു. റോമാലേഖനം 2-ാം അധ്യായത്തിൽ നിന്ന് ഞാൻ പറഞ്ഞായിരുന്നു, ജാതികളും ന്യായപ്രമാണമില്ലാത്ത ജാതികളും ന്യായപ്രമാണത്തിലുള്ളത് സ്വഭാവത്താൽ ചെയ്യുമ്പോൾ അവർ തങ്ങൾക്ക് തന്നെ ഒരു ന്യായപ്രമാണമാകുന്നു എന്ന് ഉള്ള വാക്യമൊക്കെ നമ്മൾ വായിച്ചും പഠിച്ചും വന്നതാണ്. അപ്പം ഹർത്താൽ എന്താണെന്ന് വെച്ചാൽ, യഹൂദിന് എഴുതി കൊടുത്ത ഒരു ന്യായപ്രമാണം ഉണ്ടെങ്കിൽ ജാതികളായിരിക്കുന്ന നമുക്കെല്ലാം നമ്മുടെ ഹൃദയത്തിൽ ഉള്ളതായിരിക്കുന്ന ഒരു പാപത്തിനെതിരെയുള്ള നീതിബോധം, അത് നമ്മളുടെ ന്യായപ്രമാണമാണ്. അപ്പൊ ഈ ന്യായപ്രമാണം, അപ്പം ചിന്തിച്ചു കഴിഞ്ഞാൽ ജാതികളായിരിക്കുന്നവർക്കും ന്യായപ്രമാണമുണ്ട്, യഹൂദന്മാർക്ക് ന്യായപ്രമാണമുണ്ട്. യഹൂദന്മാർക്ക് എഴുതി കൊടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ ദൈവം തന്നായിരിക്കുന്ന നിയമമുണ്ട്. പാപം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സാക്ഷി നമ്മളെ കുറ്റപ്പെടുത്തുന്നത് നമ്മളിലുള്ളായിരിക്കുന്ന ന്യായപ്രമാണം കൊണ്ടാണ്. പിന്നെ ഏത് മനുഷ്യനാണേലും, ഇപ്പൊ ഞാൻ പറയുന്ന ഏത് ഹിന്ദു ആയാലും മുസ്ലിം ആയാലും അല്ലെങ്കിൽ ഏത് മനുഷ്യനായാലും പാപം ചെയ്യുമ്പോൾ അവരുടെ മനസ്സാക്ഷി അവരെ കുറ്റപ്പെടുത്തുമല്ലേ, ഏത് പാപം ചെയ്താലും. ഇപ്പൊ ഉദാഹരണത്തിന് കൊലപാതകം ചെയ്തിട്ട് ഞാനൊന്നും ചെയ്തില്ല എന്നുള്ള മട്ടിൽ നടക്കാൻ ആർക്കും പറ്റുകയില്ല. ഗവൺമെന്റ് അല്ലെങ്കിൽ പോലീസ് അത് കണ്ടുപിടിച്ചില്ലെങ്കിലും, അവനെ കോടതി ശിക്ഷിച്ചില്ലെങ്കിലും, അവൻ രഹസ്യമായിട്ട് അത് ചെയ്തിട്ടുള്ളായിരിക്കുന്ന കാര്യമാണെങ്കിലും അവന്റെ ഹൃദയത്തിൽ വേദനയുണ്ടാകും. ഒരു മനുഷ്യനെ പച്ചയ്ക്ക് വെട്ടിക്കൊന്നതായിരിക്കുന്ന ഒരു മനുഷ്യന് യാതൊരു കുറ്റബോധവും ഇല്ലാതെ ഭൂമിയിൽ ജീവിക്കാനായിട്ട് പറ്റുകയില്ല. അതാണ് ന്യായപ്രമാണം, ജാതികളുടെ ന്യായപ്രമാണം. അതായത് പാപത്തിനെതിരുള്ളായിരിക്കുന്ന കുറ്റബോധമാണ് നമ്മളുടെ ന്യായപ്രമാണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ യഹൂദിന് ന്യായപ്രമാണമുണ്ട്, ജാതികളായിരിക്കുന്ന നമുക്ക് ന്യായപ്രമാണമുണ്ട് എന്ന് പൗലോസ് റോമ ലേഖനത്തിൽ വളരെ വിദഗ്ധമായിട്ട് അത് ഉറപ്പിക്കുന്നുണ്ട് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ കേട്ടതാണ്. മനുഷ്യൻ ജീവനോടിരിക്കുന്ന കാലത്തൊക്കെയും ന്യായപ്രമാണത്തിന് അവന്റെ മേൽ അധികാരമുണ്ട് എന്നാണ് നമ്മൾ തിരുവെഴുത്തിൽ വായിക്കുന്നത്. ഒരു മനുഷ്യൻ ജീവനോടിരിക്കുന്ന കാലത്തൊക്കെയും ന്യായപ്രമാണത്തിന്, ജാതികളായാലും ശരി, ഇപ്പൊ ഞാൻ പറഞ്ഞ ജാതികളായാലും ശരി, പിന്നെ ന്യായപ്രമാണം എഴുതി കിട്ടിയതായിരിക്കുന്ന യഹൂദനായാലും ശരി, അവൻ ജീവനോടിരിക്കുവാണോ മരിക്കാതെ ഇരിക്കുവാണോ, ആ കാലമൊക്കെ ഈ ന്യായപ്രമാണത്തിന് അവന്റെ മേൽ അധികാരമുണ്ട്. അതുകൊണ്ട് തന്നെ ന്യായപ്രമാണം എന്ന നുഖത്തിന്റെ കീഴിലാണ്, അടിമത്വത്തിന്റെ കീഴിലാണ് അവനിരിക്കുന്നത്. ഞാനൊരു വാക്യം വായിക്കാം. റോമലേഖനം 7-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. റോമലേഖനം 7-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം: സഹോദരന്മാരെ,
ന്യായപ്രമാണം അറിയുന്നവരോടല്ലോ ഞാൻ സംസാരിക്കുന്നത്. ജീവനോടിരിക്കും കാലത്തൊക്കെയും ന്യായപ്രമാണത്തിന് അവന്റെ മേൽ അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അപ്പം വളരെ വ്യക്തമായിട്ട് പൗലോസ് പഠിപ്പിക്കുകയാണ്, ജീവനോടിരിക്കുന്ന കാലത്തൊക്കെയും മനുഷ്യന്റെ മേൽ ന്യായപ്രമാണത്തിന് അധികാരമുണ്ട്. അപ്പൊ ഈ ന്യായപ്രമാണം എന്ന അടിമതുകത്തിൽ നിന്ന് സ്വതന്ത്രനായി തീരാനായിട്ട് എന്ത് ചെയ്യണം? മരിക്കണം. വേറെ ഒരു വഴിയില്ല. മരണമല്ലാതെ ന്യായപ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കാനായിട്ട് ദൈവം മറ്റൊന്നും വെച്ചിട്ടില്ല. മരണം മാത്രമേ ഉള്ളൂ സ്വാതന്ത്ര്യത്തിന് വഴി. അപ്പോൾ ജീവനോടിരിക്കുന്ന കാലത്തൊക്കെയും ന്യായപ്രമാണത്തിന് അവന്റെ മേൽ അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്നാണ്. നമ്മൾ വായിച്ച ഈ റോമലേഖനം അതിന്റെ 7-ാം അധ്യായത്തില് മരണത്തെക്കുറിച്ച്, മരണത്തോടുകൂടെ സ്വതന്ത്രനാകുന്നു എന്നുള്ളതിന് ഒരു ഉദാഹരണം പൗലോസ് പറയുന്നുണ്ട്. അതേ റോമലേഖനം 7-ാം അധ്യായത്തിന്റെ 4 മുതൽ 6 വരെ വാക്യങ്ങൾ നോക്കിയേ. അതുകൊണ്ട് സഹോദരന്മാരെ, നാം ദൈവത്തിന് ഫലം കായ്ക്കുമാറ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ വേറൊരുവനാകേണ്ടതിന് നിങ്ങളും ക്രിസ്തുവിന്റെ ശരീരം മുഖാന്തരം ന്യായപ്രമാണ സംബന്ധമായി മരിച്ചിരിക്കുന്നു. അപ്പൊ എങ്ങനെയാ ന്യായപ്രമാണം എന്ന അടിമ നുഖത്തിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതെന്ന് ചോദിച്ചാൽ വളരെ വ്യക്തമാണ്. ന്യായപ്രമാണം എന്ന അടിമത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിക്കാൻ മരണം മാത്രമല്ലാതെ മറ്റൊരു പോംവഴിയും ഇല്ല എന്നുള്ളത് നമുക്കറിയാനായിട്ട് പറ്റും. ഈ ന്യായപ്രമാണം അടിമത്തമാണ് എന്നുള്ളത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ എടുത്താണ്, നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 21 മുതലുള്ളായിരിക്കുന്ന വാക്യങ്ങളിൽ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഒരു ഉദാഹരണ സഹിതം ന്യായപ്രമാണത്തിന്റെ കീഴിലിരിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ യഥാർത്ഥത്തിൽ അടിമത്തത്തിലേക്ക് പോവുകയാണ്, അടിമത്തമാണ് അത് എന്ന് പറയുന്നുണ്ട് പൗലോസ്, അല്ലേ? നമ്മൾ 4-ാം അധ്യായം പഠിച്ചപ്പം 2 പേരെ ഉദാഹരണം വെച്ചുകൊണ്ട് പൗലോസ് പറയുന്നില്ലേ? ഒന്ന് പിന്നെ അബ്രഹാമിന്റെ മക്കളെ പ്രസവിച്ച 2 അമ്മമാരെ കുറിച്ച് ഉദാഹരണം കൊടുക്കുന്ന അറിയാമല്ലോ. അബ്രഹാമിന്റെ മക്കളെ പ്രസവിച്ച റോമാലേഖനം 4-ാം അധ്യായത്തിന്റെ 21 മുതൽ ഇതൊക്കെ നമ്മൾ ക്ലാസ് എടുത്ത് പോയതാണ്. എന്നാലും പുതുതായിട്ട് കേൾക്കുന്നവർക്കും കൂടെ ബോധ്യം വരാൻ വേണ്ടി ഞാൻ വായിക്കുന്നത്. ന്യായപ്രമാണം അടിമത്തമാണ്, അത് ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ അതൊന്ന് വായിക്കാം. ന്യായപ്രമാണത്തിന് ഇരുപ്പാൻ ഇച്ഛിക്കുന്നവരെ, നിങ്ങൾ ന്യായപ്രമാണം കേൾക്കുന്നില്ലയോ? എന്നോട് പറവിൻ. അബ്രഹാമിന് 2 പുത്രന്മാർ ഉണ്ടായിരുന്നു, ഒരുവൻ ദാസി പ്രസവിച്ചവൻ, ഒരുവൻ സ്വതന്ത്ര പ്രസവിച്ചവൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ദാസിയുടെ മകൻ ജഡപ്രകാരവും സ്വതന്ത്രയുടെ മകനോ വാക്തത്വത്താലും ജനിച്ചിരിക്കുന്നു. ഇത് 2 സാദൃശ്യം വന്നു. ഈ സ്ത്രീകൾ 2 നിയമങ്ങൾ അത്രേ. ഒന്ന് സീനായി മലയിൽ നിന്നുണ്ടായി അടിമകളെ പ്രസവിക്കുന്നു, അത് ഹാഗർ. അപ്പൊ സീനായി മലയിൽ നിന്നാണ് ന്യായപ്രമാണം മോശയ്ക്ക് കൊടുത്തതെന്നറിയാം. ആ സീനായി മലയിൽ ഉണ്ടായി ആ ന്യായപ്രമാണ പ്രകാരമുള്ളതായിരിക്കുന്ന യഹൂദന്മാരെ അടിമ നുഖത്തിന് കീഴിൽ ഇരിക്കുന്നവരെന്നാണ് പൗലോസ് പറയുന്നത്. അതിന് സാദൃശീകരിച്ചുകൊണ്ടാണ് ഹാഗറിനെ ചൂണ്ടിക്കാണിക്കുന്നത്. ഹാഗർ അടിമയാണ്. അബ്രഹാമിന് മക്കളെ പ്രസവിച്ചു എന്ന് പറഞ്ഞത് കാര്യമില്ല. ഹാഗർ അടിമയാണ്. ഹാഗറിന് തുല്യമാണ് സീനായി മലയിൽ നിന്ന് മോശയ്ക്ക് കൊടുത്തായിരിക്കുന്ന ന്യായപ്രമാണം. അതിന്റെ കീഴിൽ ഇരിക്കുന്നവരെല്ലാം അതിൽ നിന്ന് ജനിച്ചവരായതുകൊണ്ട് അടിമ പ്രസവിച്ച അടിമത്വമുള്ള മക്കളാണ് ന്യായപ്രമാണത്തിന് കീഴിലിരിക്കുന്നവര് എന്ന് പറയാണ്. ഹാഗർ എന്നത് അറബി ദേശത്ത് സീനായ് മലയെ കുറിക്കുന്നു. അത് ഇപ്പോഴത്തെ യെരുശലേമിനോട് ഒക്കുന്നു. അത് തന്റെ മക്കളോട് കൂടെ അടിമയിലല്ലോ ഇരിക്കുന്നത്. വളരെ വ്യക്തമല്ലേ? അതായത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്, ന്യായപ്രമാണം എന്ന അടിമത്വത്തിൽ നിന്ന് ആണ് ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കിയത്. അപ്പൊ സ്വാതന്ത്ര്യം ലഭിക്കാനായിട്ട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ, വേറെ ഒരു വഴിയില്ല. മരിക്കണം. മനുഷ്യൻ മരിക്കണം. മരിച്ചാൽ ന്യായപ്രമാണം എന്ന അടിമത്വത്തിൽ നിന്ന് അവന് സ്വാതന്ത്ര്യം ലഭിക്കും. മരിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ക്രിസ്തുവിനോടുകൂടെ മരിക്കുന്നവരാണ് നമ്മൾ. ക്രിസ്തുവിനെ വിശ്വസിക്കുമ്പോൾ നമ്മളിൽ സംഭവിക്കുന്നതായിരിക്കുന്ന ഒരു വലിയ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, നാം ക്രിസ്തുവിനോട് കൂടെ മരിക്കുന്നവരാണ്. മരിച്ചവനായിരിക്കുന്ന ക്രിസ്തുവിന്റെ ആത്മാവ്, മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ക്രിസ്തുവിന്റെ ആത്മാവാണ് നമ്മളിൽ ഓരോരുത്തരിലും വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മള് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നവർക്ക് തുല്യരാണ്. അങ്ങനെ ആയി കഴിയുമ്പോൾ പിന്നെ ന്യായപ്രമാണത്തിൽ നമ്മുടെ മേലെ അധികാരമില്ല. അതാണ് പൗലോസോട് പറയുന്നത്, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, അതുകൊണ്ട് അടിമതത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുതെന്ന് പറയുന്നത്. ഞാൻ 2 അപ്പന്മാരെ കുറിച്ച് നിങ്ങളെ പഠിപ്പിക്കാം, അത് നിങ്ങളോട് പറഞ്ഞുതരാം.
രണ്ട് അപ്പന്മാർ, രണ്ട് പിതാക്കന്മാർ. അതായത് ലോകത്തിലെ മനുഷ്യരാശിയുടെ രണ്ട് ഉത്ഭവ കേന്ദ്രങ്ങളായിരിക്കുന്ന രണ്ട് പിതാക്കന്മാരെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾക്ക് ഇത് കുറച്ചും കൂടി മനസ്സിലാവും. ഇതെങ്ങനെയാണ് ഒരുത്തൻ ന്യായപ്രമാണത്തിന് കീഴിലായി അടിമയായിരിക്കുന്നതും അവൻ മരിച്ചു ഉയർത്തെഴുന്നേറ്റ് കഴിയുമ്പോൾ സ്വാതന്ത്ര്യം പ്രാപിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. കുറച്ചും കൂടെ ലളിതമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. നമ്മൾ തിരുവെഴുത്ത് പഠിക്കുമ്പോൾ തിരുവെഴുത്തില് രണ്ട് ആദാമിനെ കുറിച്ച് കാണാമല്ലോ, അല്ലെ? രണ്ട് ആദാം. അതെവിടെയാണ് നമ്മൾ കാണുന്നത്? കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം അതിന്റെ 15-ാം അധ്യായം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം അതിന്റെ 15-ാം അധ്യായത്തിന്റെ 45-ാമത്തെ വാക്യമാണ്. അവിടെ നമ്മൾ രണ്ട് ആദാമിനെ കാണുന്നുണ്ട്. മനുഷ്യവർഗത്തിന്റെ ആരംഭ പിതാക്കന്മാർ എന്ന് വേണമെങ്കിൽ നമുക്ക് അവരെ വിളിക്കാം. രണ്ട് ആദാന്മാരുണ്ട്. നോക്കി അവിടെ കാണുന്നത്, 1-ാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. അപ്പൊ ഈ 1-ാം മനുഷ്യനായ ആദാമിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒടുക്കത്തെ ആദാം എന്ന് പറഞ്ഞത് ആരെ കുറിച്ചാണെന്ന് അറിയാമല്ലോ, അല്ലേ? ആ 2-ാം മനുഷ്യനായിരിക്കുന്ന ക്രിസ്തുവിനെ കുറിച്ചാണ്. ഈ ഭൂമിയിലുള്ളായിരിക്കുന്ന എല്ലാ മനുഷ്യനും, യഹൂദനായാലും ശരി, ജാതീയനായാലും ശരി, ഏതൊരു മനുഷ്യനും വ്യത്യാസമില്ലാതെ വണ്ണം അത് ഏത് മതക്കാരനാകട്ടെ, ഏത് ജാതിക്കാരനാകട്ടെ, അടിമയോ സ്വതന്ത്രനോ ഒക്കെ ആകട്ടെ, അവരെല്ലാവരും തന്നെ ആദാമിൽ ഉള്ളതായിരിക്കുന്ന മനുഷ്യ സമൂഹമാണ്. ആദാമിലുള്ളായിരിക്കുന്ന മനുഷ്യ സമൂഹങ്ങൾ മുഴുവൻ ന്യായപ്രമാണത്തിന്റെ കീഴിലാണ്. യഹൂദന് എഴുതി കൊടുത്ത ന്യായപ്രമാണവും അല്ലാത്തവർക്ക് മനസാക്ഷിയിലുള്ളായിരിക്കുന്ന ഒരു പ്രമാണവും ഉണ്ട്. അങ്ങനെ ന്യായപ്രമാണത്തിന്റെ കീഴിലാണ് എല്ലാ മനുഷ്യനും എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ 1-ാമത്തെ ആദാം എന്താ തന്നത്? നമുക്ക് എന്താ ദാനം ചെയ്തത്? നമുക്ക് തന്നതായിരിക്കുന്ന ഔദാര്യം, അല്ലെങ്കിൽ നമുക്ക് തന്നായിരിക്കുന്ന ഗിഫ്റ്റ്, അങ്ങനെ പറയാം, അല്ലെ? നമുക്ക് തന്നായിരിക്കുന്ന ഗിഫ്റ്റ്, ദാനം തന്നത് എന്താണെന്ന് ചോദിച്ചാല് പാപവും മരണവുമാണ് 1-ാമത്തെ ആദാം നമുക്ക് തന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, അല്ലെ? റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ വായിക്കുന്നത്, ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു എന്ന് നാം വായിക്കുന്നുണ്ട്. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും, റോമാലേഖനം 5-12. അപ്പം ആ ആദ്യത്തെ ആദാമിൽ നിന്ന് മനുഷ്യ സമൂഹത്തിന് ലഭിച്ച ഗിഫ്റ്റ്, സമ്മാനം എന്ന് പറയുന്നത് പാപവും പാപത്തിന്റെ പരിണിത ഫലമായിരിക്കുന്ന മരണവും ആണ് എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. എന്നാൽ ഈ ഒടുക്കത്തെ ആദാമിലൂടെ നമുക്ക് എന്താ വന്നത്? 2-ാമത്തെ ആദാം ക്രിസ്തു ആണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. 2-ാമത്തെ ആദാമിലൂടെ നമുക്ക് എന്താ ലഭിച്ചത്? നമുക്ക് ലഭിച്ചത് 2-ാമത്തെ ആദാമിലൂടെ നമുക്കെല്ലാവർക്കും നിത്യജീവന ലഭിച്ചത്. അതായത് പാപത്തിന്റെ മേലുള്ളായിരിക്കുന്ന വിജയവും നിത്യജീവനും 2-ാമത്തെ ആദാമിലൂടെ നമുക്ക് ലഭിച്ചു. കാരണം എന്തുകൊണ്ടാണ്? 2-ാമത്തെ ആദാം എല്ലാവർക്കും വേണ്ടി 1-ാമത്തെ ആദാമിന്റെ മരണം ഏറ്റെടുക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? 1-ാമത്തെ ആദാം കൊണ്ടുവന്ന മരണം 2-ാമത്തെ ആദാം സ്വശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് മരിക്കുകയായിരുന്നു. അപ്പം 2-ാമത്തെ ആദാം മരിച്ചപ്പോൾ 2-ാമത്തെ ആദാം ഒറ്റയ്ക്കാണോ മരിച്ചത്? അല്ല. അവിടെയാണ് നമ്മുടെ ഈ സ്വാതന്ത്ര്യത്തിന്റെ വഴി വരുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. 2-ാമത്തെ ആദാം ഒറ്റയ്ക്കല്ല മരിച്ചത്. അതായത് കർത്താവായ യേശു ക്രിസ്തു ഒറ്റയ്ക്കല്ല മരിച്ചതെന്ന് അർത്ഥം. അത് ആ കർത്താവായ യേശു ക്രിസ്തു മരിച്ചപ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, എന്തോ ഒരു അത്ഭുതം എന്നറിയാവോ? ഞാനും നിങ്ങളും മരിച്ചു എന്നാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്, അല്ലെ? അങ്ങനെയല്ലേ വായിക്കുന്നത്? കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം അതിന്റെ 5-ാം അധ്യായം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം അതിന്റെ 5-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം നിങ്ങളൊന്ന് നോക്കിക്കേ. അവിടെ എന്താ പറയുന്നത്? 14-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചുവെന്നും ജീവിക്കുന്നവർ ഇനി തങ്ങളുടേതായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ചു ഉയർത്തവരായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചുവെന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. മതി. അപ്പോൾ നോക്കിയേ, എത്ര വ്യക്തമാന്ന് നോക്കിയേ. അതായത് അവിടെ പറയാണ്, ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു പറഞ്ഞിട്ട് പറയാണ്, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ
അവിടെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാ. എല്ലാവരും മരിച്ചു. ന്യായപ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിക്കാൻ എന്താ ചെയ്യേണ്ടത്? നിങ്ങളൊക്കെ എല്ലാവർക്കും ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ. എന്താ 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 സംഭവിക്കേണ്ടത്? മരണം സംഭവിക്കണം അല്ലേ? ന്യായപ്രമാണത്തിൽ നിന്ന് നമ്മൾ സ്വതന്ത്രരാകണമെങ്കിൽ മരണം സംഭവിക്കണം. മനുഷ്യൻ ജീവനോടിരിക്കുന്ന കാലത്തൊക്കെയും ന്യായപ്രമാണത്തിന് അവരുടെ മേൽ അധികാരമുണ്ട്. അപ്പൊ പിന്നെ ന്യായപ്രമാണത്തിന് സ്വാതന്ത്ര്യം ലഭിക്കാൻ മരിക്കണം. അപ്പൊ നമ്മൾ ഓരോരുത്തരും മരിക്കാനായിട്ട് പറ്റുമോ? നമുക്ക് ഓരോരുത്തർക്കും മരിക്കാനായിട്ട് പറ്റുകയില്ല. എന്നാൽ ഈ ഒന്നാമത്തെ ആദാമിലൂടെയാണ് ഈ മരണം ലോകത്തിൽ വന്നത്. എന്നാൽ ബൈബിൾ വ്യക്തമായിട്ട് പറയാണ്, രണ്ടാമത്തെ ആദാമായിരിക്കുന്ന ക്രിസ്തു എല്ലാവർക്കും വേണ്ടി മരിച്ചു. അഥവാ ക്രിസ്തു മരിച്ചപ്പോൾ എല്ലാവരും മരിച്ചു എന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ചു ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. അങ്ങനെയാ സ്വാതന്ത്ര്യം വന്നത്. അത്ഭുതമല്ലേ ഇത്? ദൈവത്തിന്റെ ആ പ്ലാനും പദ്ധതിയും ഒക്കെ കാണുമ്പം ചിലപ്പോഴൊക്കെ വായിക്കുമ്പോൾ അത്ഭുതം തോന്നും, കണ്ണ് നിറയും. അതായത് സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കിയെന്ന് വായിക്കുമ്പോൾ നമ്മളതങ്ങ് വായിച്ചു പോവുള്ളൂ. എങ്ങനെ സ്വാതന്ത്ര്യം വന്നു എന്നുള്ളായിരിക്കുന്ന വഴിയാണ് ഞാൻ പറഞ്ഞു വന്നത്. ക്രിസ്തുവിന്റെ മരണമാണ് നമ്മുടെയും മരണം. മരണം സംഭവിക്കാതിരിക്കുന്നിടത്തോളം കാലം ഒരുത്തന് സ്വതന്ത്രനാകാനായിട്ട് പറ്റുകയില്ല. ഈ മരണത്തിന്റെ പരിധിയിൽ നിന്ന് ഒന്നും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. ക്രിസ്തുവിന്റെ മരണത്തിന്റെ പരിധിയിൽ നിന്ന് ആരെങ്കിലും ഒഴിവാക്കിയിട്ടുണ്ടോ? ആരെയും ഒഴിവാക്കിയിട്ടില്ല. ആരെയും. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ വന്നു എന്ന് നമുക്കറിയാം. അപ്പം ആ പരിധിയിൽ ആ ഏകമനുഷ്യന്റെ പാപവും പാപത്താൽ വന്ന മരണവും ആ പരിധിയിൽ നിന്ന് ആരെങ്കിലും ഒഴിവായിട്ടുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളിപ്പോ വിശ്വസിച്ചത് കൊണ്ട് നമ്മൾ പറയും നമ്മൾ അതിൽ നിന്ന് ഒഴിവായി എന്ന് പറയും. എന്നാൽ ഈ ആദാമിന്റെ പാപവും പാപത്താലുള്ള മരണവും ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഒഴുകഴിവില്ലാതെ വണ്ണം എല്ലാ മനുഷ്യന്റെയും മേൽ ആധിപത്യം നടത്തുന്നുണ്ട്. ഹിന്ദുവിന്റെ മേലും ക്രിസ്ത്യാനികളുടെ മേലും സിഖുകാരന്റെ മേലും ജൈനമതക്കാരന്റെ മേലും പിന്നെ എന്താണ് കാട്ടുജാതിക്കാരന്റെ മേലും എല്ലാ മനുഷ്യന്റെ മേലും ഒന്നാമത്തെ ആദാമിന്റെ പാപവും പാപത്താലുള്ള മരണവും ആധിപത്യം നടത്തുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ആദാമിന്റെ ജീവൻ അഥവാ രണ്ടാമത്തെ ആദാമിന്റെ മരണം എല്ലാവരും മരിക്കുന്ന മരണമായിരിക്കട്ടെ, അവരും മരിക്കേണ്ട മരണമായിരിക്കട്ടെ. നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഇതിനു മുമ്പ് ചിന്തിച്ച് കാണില്ല. അതായത് ഇവിടെ വായിച്ചത് എന്തെന്നാ, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കുക, എല്ലാവരും മരിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ ഹിന്ദുവിനെ ഒഴിവാക്കിയിട്ടുണ്ടോ? അവിടെ മുസ്ലിമിനെ ഒഴിവാക്കിയിട്ടുണ്ടോ? നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കുക, എല്ലാവരും മരിച്ചു. അപ്പം അങ്ങനെയാണെങ്കിൽ എല്ലാവരുടെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയിട്ടാണ്, എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള മരണമാണ്, എല്ലാവരെയും കൂട്ടിയുള്ള മരണമാണ്. എല്ലാവർക്കും വേണ്ടിയുള്ള മരണം എന്ന് പറയുന്നതിനേക്കാൾ ഉചിതമായ വാക്കെന്താണെന്നറിയാവോ? എല്ലാവരെയും കൂട്ടിയുള്ള മരണമാണ് ക്രിസ്തു മരിച്ചത്. എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യേശു ക്രിസ്തു മരിച്ചപ്പോൾ പിതാവായ ദൈവം എന്നെ ക്രിസ്തുവിലാക്കിയിരുന്നു. ക്രിസ്തു മരിച്ചപ്പോൾ ഞാനും മരിച്ചുകൂടെ, നിങ്ങളും മരിച്ചുകൂടെ. ആദാമിന്റെ വംശപാരമ്പര്യത്തിലുള്ളായിരിക്കുന്ന മാനവ സമൂഹം മുഴുവൻ ക്രിസ്തുവിനോടുകൂടെ മരിച്ചു. അതിനെ നമുക്ക് പരിമിതപ്പെടുത്താൻ പറ്റുകയില്ല. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ക്രിസ്തു മരിച്ചത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എല്ലാവർക്കും വേണ്ടിയിട്ട് തന്നെയാണ്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി, രക്ഷിക്കപ്പെട്ടവർക്ക് വേണ്ടി മാത്രമെന്ന് പറഞ്ഞ് പരിമിതപ്പെടുത്തരുതേ. അങ്ങനെ പറയരുത്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഞാൻ ഒരു എളുപ്പ വഴി പറഞ്ഞുതരാം. നിങ്ങളിപ്പം ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുക, ഒന്നും വേണ്ട, നിങ്ങൾ എന്താ പറയുന്നത്, സിഖുകാരുടെ ഇടയിലേക്ക് യാത്ര ചെയ്യുക ഇരിക്കട്ടെ. സിഖുകാരുടെ ഇടയിലേക്ക് യാത്ര ചെയ്താൽ അവനുമായിട്ടൊക്കെ ഒരു വ്യക്തിയായിട്ട്, ഒരു സിഖുകാരനായിട്ട് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ആ വ്യക്തിയോട് സുവിശേഷം പറയില്ലയോ? പരിചയപ്പെട്ട് കഴിഞ്ഞാൽ പറയുമ്പോൾ നിങ്ങൾ ആ മനുഷ്യനോട് എന്താ പറയുന്നേ? നിനക്ക് വേണ്ടിയിട്ട്
യേശു കർത്താവ് മരിച്ചിട്ടുണ്ട്, വിശ്വസിച്ചാൽ രക്ഷിക്കപ്പെടാം. സത്യമല്ലേ നമ്മൾ പറയുന്നത്? അതിനി ഏത് ജാതിക്കാരൻ്റെ അടുക്കൽ ചെന്നാലും നമുക്ക് പറയാനുള്ള, നിനക്ക് വേണ്ടിയിട്ട് യേശു ക്രിസ്തു മരിച്ചിട്ടുണ്ടെന്നല്ല പറയുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിയോ, അതിന്റെ പരിധി മനസ്സിലാക്കിയോ? പിന്നെ യേശു ക്രിസ്തുവിന്റെ മരണം എല്ലാവരെയും ഉൾക്കൊള്ളിച്ച, ആദാമിന്റെ പാപവും ആദാമിന്റെ പാപത്താലുള്ള മരണവും മനുഷ്യ സമൂഹത്തെ എങ്ങനെ സ്വാധീനിച്ചുവോ അതേപോലെ തന്നെ യേശു ക്രിസ്തുവിന്റെ മരണവും മാനവ സമൂഹത്തിന് മുഴുവൻ മരിച്ച് ഉയർത്തെഴുന്നേൽക്കാൻ തക്കവണ്ണം ഉള്ളായിരിക്കുന്ന മരണമാണ്. അയ്യോ, അപ്പൊ യേശു ക്രിസ്തുവിന്റെ ആ മരണത്തിന്റെ മഹത്വം എന്ന് ചിന്തിച്ചു നോക്കിയേ. എത്ര കോടിക്കണക്കിന് മനുഷ്യൻ ഈ ലോകത്ത് ജനിച്ചിട്ടുണ്ട്, എത്ര കോടിക്കണക്കിന്. ഇപ്പൊ തന്നെ ഏകദേശം 800 കോടി ജനം ഭൂമുഖത്ത് ജീവിച്ചിരിപ്പുണ്ട്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ തലമുറകളിലൊക്കെ എത്ര കോടികൾ കഴിഞ്ഞുപോയി. ഇനിയും കാലം അനുവദിച്ചാൽ എത്ര കോടികൾ ജനിക്കും? അത്രയും കോടികളുടെ മരണമാണ്, അല്ലെങ്കിൽ അവരുടെയും കൂടിയുള്ള മരണമാണ് ക്രിസ്തുവിന്റെ മരണം. അതിനകത്ത് ജാതി മതഭേദമില്ലാതെ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളായിരിക്കുന്ന മരണമാണെന്ന് അർത്ഥം. ഒന്നാം മനുഷ്യനിലൂടെ പാപവും പാപത്താലുള്ള മരണവും വന്നുവെങ്കിൽ ആ മരണത്തിൽ നിന്ന് ജീവനിലേക്കുള്ള ഉയർത്തെഴുന്നേൽപ്പിന് സാധ്യത വഴി വരേണ്ടതിന് എല്ലാവരുടെയും മരണം വഹിച്ചുകൊണ്ട് ക്രിസ്തു മരിച്ചു എന്നർത്ഥം. ഇപ്പൊ ആ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഞാൻ ഒരു വാക്യം വായിച്ചു കേൾപ്പിക്കാം. അത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറഞ്ഞു പോയാൽ ചിലപ്പോൾ നിങ്ങൾക്കത് സംശയമായിരിക്കുമല്ലോ. കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനം അതിന്റെ 15-ാം അധ്യായം. കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനം അതിന്റെ 15-ാം അധ്യായം 20 മുതൽ 22 വരെയുള്ളായിരിക്കുന്ന വാക്യം ഒന്ന് വായിക്കാമോ ബാബു പക്ഷേ? എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് വേർതിരിക്കുന്നു. മനുഷ്യൻ മൂലം മരണമുണ്ടായാൽ മരിച്ചവരുടെ പുനരുത്ഥാനവും മനുഷ്യൻ മൂലം ഉണ്ടായി. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും. നോക്കിക്കേ, മതി ബാബു പക്ഷേ. ഇവിടെ നോക്കിക്കേ, ഇവിടെ പറയുന്ന ആ സാർവത്രികമായിരിക്കുന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കിയോ? ഇവിടെ വിശ്വാസികളെന്ന് തരംതിരിച്ചിട്ടൊന്നുമില്ല, രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടം എന്നൊന്നും പറഞ്ഞ് തരംതിരിച്ചിട്ടൊന്നുമില്ല. അത് സാർവത്രികമാണെന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യഫലമായി മരിച്ചവരുടെ നിന്ന് ഉയർത്തിരിക്കുന്നു. മനുഷ്യൻ മൂലം മരണമുണ്ടാകിയാൽ എന്ന് പറഞ്ഞാൽ ആദാം മൂലം മരണമുണ്ടാകിയാൽ മരിച്ചവരുടെ പുനരുദ്ധാനവും മനുഷ്യൻ മൂലം ഉണ്ടായി, ക്രിസ്തു മൂലം ഉണ്ടായി എന്ന്. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും. അപ്പം ഇവിടെ പിന്നെ വിശ്വാസികൾ എന്ന് പറഞ്ഞത് തരംതിരിച്ചിട്ടുണ്ടോ? ഇല്ല. അത് ഒരു വലിയ രസകരമായ കാര്യമാണ്. എന്നിട്ട് ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടുന്നു പറഞ്ഞിട്ട് അതിന്റെ 23-ാം വാക്യം നോക്കിയേ. എന്നാൽ എല്ലാവരെയും എപ്പോഴാ ജീവിപ്പിക്കപ്പെടുന്നതെന്ന് പറഞ്ഞു? ഓരോരുത്തരും താന്റെ നിലയിൽ അത്രേ. ഈ മനുഷ്യൻ പുനർജീവനം പ്രാപിക്കുക അല്ലെങ്കിൽ പുനരുദ്ധാനം പ്രാപിക്കുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? ക്രിസ്തു പുനരുദ്ധാനം പ്രാപിച്ചോണ്ടാണ്. എല്ലാ മനുഷ്യനും മരിച്ചത് ആദാമിലൂടെയാണെങ്കിൽ, മരിക്കുന്നത് ആദാമിലൂടെയാണെങ്കിൽ എല്ലാ മനുഷ്യനും ജീവിക്കുന്നത് ക്രിസ്തു ഉദ്ധാനം പ്രാപിച്ചതുകൊണ്ടാണ്. ഒരു അത്ഭുതമാണ് നോക്കിയേ. എന്നാൽ ഇതെല്ലാവരും ഒരുപോലെ ഉയർത്തെഴുന്നേൽക്കില്ല, ഒരുപോലെ പിന്നെ ഉയർത്തെഴുന്നേൽപ്പ് ഒരേ ഒപ്പം അല്ലെന്ന്. അതാണ് ഇവിടെ പറയുന്നത്. ഓരോരുത്തരും തന്റെ നിലയിലത്രേ. ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവികൾ. കണ്ടോ? പിന്നെ അവസാനം ഉയർത്തെഴുന്നേൽപ്പ് എല്ലാവർക്കും ഉണ്ട്. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റുകൊണ്ട് എല്ലാവരും ഉയർത്തെഴുന്നേൽക്കും. പക്ഷേ ആ നിരക്ക് വ്യത്യാസമുണ്ട്. എന്തോ? ഒന്ന് കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനം അതിന്റെ 20 മുതൽ 24 വരെയുള്ള വാക്യം, 23 വരെയുള്ള വാക്യം. 1 കൊരിന്ത്യര് 15-ാം അധ്യായം
15-ാം അധ്യായം 20 മുതൽ 23 വരെയുള്ള വാക്യം. അപ്പം അവിടെ പറയണേ, ഈ ആദ്യത്തെ ആദാം മരണം കൊണ്ടുവന്നപ്പോൾ രണ്ടാമത്തെ ആദാം ആ മരണം ഏറ്റുകൊണ്ട് എല്ലാവർക്കും വേണ്ടി മരിച്ചു. എല്ലാവരും അതോടുകൂടെ മരിച്ചു കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ ആദാമിൽ ഒരു പ്രത്യേകത ഉണ്ടായി. രണ്ടാമത്തെ ആദാം ആദ്യ ഫലമായി ഉയർത്തു. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു ചോദിച്ചാല്, അതിനുശേഷമുള്ള എല്ലാ മനുഷ്യരും ഉയർത്തും, എല്ലാ മനുഷ്യനും. പക്ഷേ നിരവ്യത്യാസമുണ്ട്. ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവിങ്കൽ, രണ്ടാമത്തെ നിര. അപ്പൊ ക്രിസ്തുവിനുള്ളവർ ഉയർത്തുന്നത് ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവെങ്കിലാണ്. ഈ രണ്ടാമത്തെ വരവെന്ന് ഇവിടെ എഴുതിയിരിക്കുന്ന ഏത് വരവിനെ കുറിച്ചാണെന്നറിയാമോ? ഈ കൊരിന്ത്യ ലേഖനം 15-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിലെ അവന്റെ വരവിങ്കൽ ഉയർക്കും, അതായത് ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവിങ്കൽ ഉയർക്കും എന്ന് പറഞ്ഞത് കർത്താവായി യേശു ക്രിസ്തുവിന്റെ വീണ്ടും വരവ്, അഥവാ ഒലിവ് മലയിലേക്ക് വരുന്നതായിരിക്കുന്ന വരവിനെ അവിടെ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ആരും വിചാരിക്കരുത് മധ്യാകാശം വരുമ്പോൾ നമ്മൾ ഉയർക്കുന്ന കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് ആരും പറയല്ല കേട്ടോ. ഞാൻ അതെന്താന്ന് തെളിയിച്ചു തരാം. ഈ കാര്യങ്ങളൊക്കെ പഠിച്ചു പോകുമ്പോൾ നമുക്ക് എത്ര സന്തോഷമുണ്ട്. ഓരോരുത്തരുടെ ദൈവമായിരുന്നു സംസാരിക്കാൻ എത്രമാത്രം ധൈര്യം നമുക്ക് കിട്ടുമെന്ന് അറിയാമോ? ഇവിടെ ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവിങ്കിൽ എന്ന് പറയുമ്പോൾ പൗലോസ് ഒരു പൊതു തത്വം പറയാണ്. അതായത് കർത്താവ് ഒലിവ് മലയിലേക്ക് വരും. 1000 ആണ്ട് വാഴ്ചയ്ക്ക് വേണ്ടി ഒലിവ് മലയിലേക്ക് വരുമ്പോൾ കർത്താവിനുള്ളവരായിരിക്കുന്നവരെല്ലാവരും അവിടെ ഉയർത്തെഴുന്നേൽക്കും. എന്നാൽ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ആ ഉയർത്തെഴുന്നേൽപ്പിൽ നമ്മളില്ല. നിങ്ങൾക്ക് ഇപ്പൊ തോന്നണ്ടാവും, എൽദോ ബ്രദർ എന്താ ഇരുന്ന് പിച്ചും പേയും പറയുകയാണെന്ന് തോന്നണ്ടാവും. അല്ലാട്ടോ, ആ ഉയർത്തെഴുന്നേൽപ്പിൽ നമ്മളില്ല. ഇവിടെ പൗലോസ് പറയുന്നത് ന്യായപ്രമാണ അല്ലെങ്കിൽ യഹൂദന്മാരുടെ നിയമപ്രകാരം, അവരുടെ വിശ്വാസപ്രകാരം ഉണ്ടായിരിക്കുന്ന ഒരു പൊതു ഉയർപ്പിനെ കുറിച്ചാണ് പറയുന്നത്. ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവെങ്കിൽ ഉയർക്കും എന്ന് പറയുന്നത്. പിന്നെ ഉയർപ്പിന്റെ അടുത്ത നിര, പിന്നെ അവസാനത്തെ ഉയർപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ ആ വാക്യങ്ങളൊക്കെ വായിച്ചു പോയാൽ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവസാനത്തെ ഉയർപ്പ് എപ്പോഴാ വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ ഭാഗങ്ങളില് കർത്താവിന്റെ വെള്ള സിംഹാസനത്തിന്റെ ന്യായവിധി സമയത്ത് എല്ലാ ദുഷ്ടന്മാരും പാപികളും കൊള്ളരുതാത്തവരും എല്ലാവരും ആബാലവൃദ്ധം ഉയർത്ത് അവിടെ കർത്താവിന്റെ സിംഹാസനത്തിന് മുമ്പിൽ ന്യായം വിധിക്കപ്പെടാനായിട്ട് ഉയർക്കുമെന്ന്. ഈ ഉയർപ്പ് സംഭവിക്കുന്നത് പോലും ക്രിസ്തു ഉയർത്തത് കൊണ്ടാണ്. ദുഷ്ടന്മാരുടെ ഉയർപ്പ് പോലും സംഭവിക്കുന്നത് ക്രിസ്തു ഉയർത്തുകൊണ്ടാണ്. ക്രിസ്തു ഉയർത്തില്ലെങ്കിൽ ദുഷ്ടന്മാരുടെ ഉയർപ്പ് സംഭവിക്കുകയില്ല. അപ്പൊ ഞാന് നിങ്ങളെ കൺഫ്യൂഷൻ ആക്കിയ വിഷയത്തിലേക്ക് വരട്ടെ. ഈ ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവിങ്കൽ എന്ന് പറഞ്ഞെടുത്ത് നമ്മളില്ല എന്ന് പറഞ്ഞില്ലേ? അപ്പൊ നിങ്ങൾ ചോദിക്കണം, അപ്പൊ നമ്മളെപ്പോഴാ ഉയർക്കുന്നത്? നമ്മളെപ്പോഴാ ഉയർന്നെന്ന് ചോദിക്കണം. ഈ ആരെയും ചോദിച്ചോ എന്തായാലും? ഇല്ല, ഓക്കെ. എന്തോ സിസ്റ്റർ പറഞ്ഞോ? ഇവിടെ അതില്ല എന്നാ പറഞ്ഞേ. ഇപ്പൊ മനസ്സിലായോ? സിസ്റ്റർ പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഇവിടെ ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവിങ്കൽ എന്ന് പറഞ്ഞിടത്ത് നമ്മളില്ല. അവിടെ നമ്മളില്ല. ഇത് എങ്ങനെയാ മനസ്സിലാക്കുന്നതെന്ന് അറിയാവോ? ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു. പറഞ്ഞോളൂ. അതെ, ഓക്കെ. അപ്പൊ ഞാനത് ആ കൺഫ്യൂഷൻ അങ്ങ് തീർത്തു തരാം. ശ്രദ്ധയോടെ ഇരുന്നു. ഈ 1 കൊരിന്ത്യ ലേഖനം 15-ാം അധ്യായം മുഴുവൻ ക്രിസ്തുവിന്റെ ഉയർപ്പും കൂടെ ക്രിസ്തുവിന്റെ ഉയർപ്പും അതിനുശേഷമുള്ള വിശുദ്ധന്മാരുടെ ഉയർപ്പും അതിനുശേഷമുള്ള സകല ദുഷ്ടന്മാരുടെ ഉയർപ്പും എല്ലാമാണ് ഇവിടെ പറഞ്ഞത്. ഇതിങ്ങനെ പറഞ്ഞ് വരികയാണ്. 1 കൊരിന്ത്യ ലേഖനം 15-ാം അധ്യായം നിങ്ങൾ വായിക്കണം. ഏറ്റവും വലിയൊരു അധ്യായമാണ്. 58 വാക്യങ്ങളുള്ള അധ്യായമാണ്.
ഇതിങ്ങനെ പറഞ്ഞു വരികയാണ്. അതായത് ഇപ്പൊ നമ്മൾ മേലെ പറഞ്ഞതെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. മനുഷ്യൻ മൂലം മരണം ഉണ്ടാകിയാൽ മനുഷ്യ പുനരുദ്ധാനവും മനുഷ്യൻ മൂലം ഉണ്ടായി. ആദാമിൽ എല്ലാവരും മരിക്കുന്ന പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും. ഓരോരുത്തരും താൻ തന്നെ നിലയിലാണെന്നേ ഉള്ളൂ. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവെങ്കിൽ, പിന്നെ അവസാനം. അപ്പൊ അവിടെയൊന്നും നമ്മളില്ല. എന്നിട്ട് താഴേക്ക് പറയാണ്, പൗലോസ് ഇങ്ങനെ പറഞ്ഞു വരികയാണ്. പക്ഷെ നിങ്ങൾ ചോദിക്കും, മരിച്ചവൻ എങ്ങനെ ഉയർക്കും എന്ന് ചോദിക്കും. പിന്നെ എന്നിട്ട് പൗലോസ് പറയാണ്, മൂടാ നീ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ ജീവിക്കുന്നില്ല, നീ വിതയ്ക്കുന്നു. അങ്ങനെ അങ്ങനെ മരണത്തിന്റെയും പുനരുദ്ധാനത്തിന്റെയും പുതിയ ശരീരത്തിന്റെയും ഉയർത്തെഴുന്നേൽപ്പിന്റെ ശരീരത്തിന്റെയും കാര്യങ്ങളെല്ലാം പറഞ്ഞു പറഞ്ഞു വന്നിട്ട് അതിന്റെ താഴേക്ക് വരികയാണ് 50-ാമത്തെ വാക്യം. 50-ാമത്തെ വാക്യം ഒന്ന് നോക്കിയേ. സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല, ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കുകയുമില്ല എന്ന് ഞാൻ പറയുന്നു. എന്നിട്ട് പൗലോസ് പറയാണ്, ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. കണ്ടോ വ്യത്യാസം? കണ്ടോ? ഞാനൊരു രഹസ്യം നിങ്ങളോട് പറയാം. ഈ ആദ്യത്തെ 3 നിരയിലും നമ്മളില്ല. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവെങ്കിൽ, പിന്നെ അവസാനം എന്ന് പറയാൻ നമ്മളില്ല. ഈ കാര്യങ്ങൾ മരിച്ചവരുടെ പുനരുദ്ധാനത്തെ കുറിച്ച് പറഞ്ഞ് വന്നിട്ട് പൗലോസ് ഇത് അവസാനിപ്പിക്കുന്ന എവിടെ കൊണ്ടുപോയാന്ന് നോക്കിയേ. ഞാനൊരു രഹസ്യം നിങ്ങളോട് പറയാം. എന്താ രഹസ്യം? രഹസ്യം, മർമ്മം എന്ന് പറഞ്ഞാൽ മിസ്റ്ററി. എന്താ രഹസ്യം? ലോകത്തിലെ ഒരു പ്രവാചകന്മാരും പറയാത്ത രഹസ്യം. ഒരു പ്രവാചകന്മാരും ഒന്നും വരെ പറഞ്ഞിട്ടില്ല. അത് കർത്താവായ യേശു ക്രിസ്തു 3.5 വർഷം ഇസ്രായേൽ മലനാട്ടിലെ ശിഷ്യന്മാരെ പഠിപ്പിച്ചപ്പോൾ ഈ രഹസ്യം പറഞ്ഞിട്ടില്ല. 12 അപ്പോസ്തലന്മാർക്ക് ഈ രഹസ്യം അറിയില്ല. ഇത് പൗലോസിന് വെളിപ്പെട്ട രഹസ്യമാണ്. അതെന്താ രഹസ്യം എന്നറിയാവോ? ഈ സഭാകാലത്ത് അഥവാ ബോഡി ഓഫ് ക്രൈസ്റ്റ് കാലത്ത് ജീവിച്ചിരുന്ന ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ അവരുടെ ഒരു പുനരുദ്ധാനത്തിന്റെ മറ്റൊരു നിരയുണ്ടെന്ന്. അതെപ്പോഴാ? ആ മർമ്മം എന്താന്ന് വായിച്ചു നോക്കിയേ. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. 51-ാം വാക്യം, 1 വരുന്നതിൽ 15-51. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യ കാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം. ഇവിടെയാണ് നാം വന്നത്. നാം എത്ര പ്രാവശ്യം നാം എന്ന് പറയുന്നത്? നാം എല്ലാവരും. നോക്കിയ 52-ാം വാക്യം, നാം എല്ലാവരും. ഇത് പൗലോസ് പറയുന്ന സഭയെ കുറിച്ചാണ്, ബോഡി ഓഫ് ക്രൈസ്റ്റിനെ കുറിച്ചാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ആദ്യത്തെ നിരകൾ മരിച്ചവരുടെ പുനരുദ്ധാനത്തിന്റെ നിരയിൽ നമ്മളില്ലാന്ന്. ലിസി സഹോദരിക്ക് കാര്യം ഏകദേശം മനസ്സിലായോ? ഇവിടെയാണ് നമ്മെ കുറിച്ച് പറയുന്നത്. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാലത്തിൽ പെട്ടെന്ന് കണ്ണുമയ്ക്കുന്നതിൽ നാം എന്ന് പറഞ്ഞു കേട്ടോ. പൗലോസ് അടക്കമുള്ള ഈ കൃപായുഗ വിശ്വാസികളെ ഉൾക്കൊള്ളിച്ചോട്ടോ പറയുന്നത്. നാം എല്ലാവരും രൂപാന്തരപ്പെടും, കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഇത് പൗലോസിന് മാത്രം വെളിപ്പെട്ട മഹാ അത്ഭുതമാണ്. ഇതും കൂടി പുനരുദ്ധാന നിരയിലേക്ക് ചേർത്ത് വെച്ചാൽ എങ്ങനെ ചേർത്ത് വായിക്കാമെന്നറിയാമോ? ഞാൻ നിങ്ങൾക്ക് അത് ഒന്ന് പറഞ്ഞുതരാം. ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിന്റെ മധ്യാകാശ വരവിൽ അവന്റെ ശരീരമാകുന്ന സഭ, പിന്നെ കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയിൽ ക്രിസ്തുവിനുള്ളതായിരിക്കുന്ന യഹൂദന്മാരും പഴയ നിയമവിശുദ്ധന്മാരും അങ്ങനെ ആയിരിക്കുന്നവരുടെ ഗ്രൂപ്പ്, പിന്നെ അവസാനം. ഇത് അതിലേക്ക് ചേർക്കുമ്പോൾ ആ നിരയിൽ 4 കൂട്ടം വരും. എന്നാൽ ഇത് ഈ പറയുന്നതായിരിക്കുന്ന 22-23 വാക്യങ്ങളിൽ അത് ചേർത്തിട്ടില്ല. ഇവിടെയാണ് പൗലോസ് ഈ രഹസ്യം പൊട്ടിക്കുന്നത്. ഈ രഹസ്യമാണ് 1 തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായത്തിന്റെ 15, 16, 17 അധ്യായങ്ങളിൽ വാക്യങ്ങളിൽ പറയുന്നത്. സഹോദരന്മാരെ, കർത്താവ് താൻ ഗംഭീരനാദത്തോടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. കണ്ടോ? ഇവിടെ ഒരു മർമ്മം പൗലോസിന് മാത്രം വെളിപ്പെട്ടതായിരിക്കുന്ന ഒരു മർമ്മം പറയുക. ആദ്യം പറഞ്ഞ നിര പൊതുവിലുള്ളായിരിക്കുന്ന യഹൂദന്മാരുടെ വിശ്വാസത്തിന്റെ നിരയാ പറയുന്നത്. എന്നാൽ ഇവിടെ ഈ മഹാരഹസ്യം തുറന്നു നോക്കി. ഇത് പൗലോസിന് വെളിപ്പെട്ടതാ, വേറെ ആർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ നാളുകളിൽ ഞാനൊരു വീഡിയോ ഇടാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞേ വീഡിയോ ഇടുള്ളൂ. കാരണം ഇപ്പോൾ നമ്മുടെ മറ്റേ കോഴഞ്ചേരിയിലെ സെമിനാറിന്റെ വീഡിയോകൾ വന്നുകൊണ്ടിരിക്കുകയാണ്.
അത് കഴിഞ്ഞിട്ടേ ഞാൻ വീഡിയോ ഇടുള്ളൂ. അപ്പൊ അതിനകത്ത് ഞാൻ ഈ കാര്യം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് ഈ പിന്നെ ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തെ കുറിച്ച്, ക്രിസ്തുവില് ചേർക്കപ്പെടുന്നതായിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ കുറച്ചും കൂടി കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ. അപ്പൊ ഇതാണ് നോക്കി, ആദ്യത്തെ ആദാം മരണം കൊണ്ടുവന്നു. ആ മരണം എല്ലാവരും മരിക്കുന്നു, എല്ലാവരും പാപികൾ, എല്ലാവരും മരിക്കുന്നു. രണ്ടാമത്തെ ആദാം ആ മരണം ഏറ്റെടുത്ത് എല്ലാവർക്കും വേണ്ടി മരിച്ചു. എല്ലാവരും കൂടെ മരിക്കത്തക്കവണ്ണം തന്റെ മരണം എല്ലാവരുടെയും മരണമായി. അതില് വിശ്വാസികളെന്നോ അവിശ്വാസികളെന്നോ തരംതിരിവില്ല. അത് നമ്മൾ മനസ്സിലാക്കണം, എല്ലാവരും. അതുകൊണ്ട് ക്രിസ്തു ആദ്യം മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് മനുഷ്യകുലം മുഴുവൻ ഉയർത്തെഴുന്നേൽക്കും. മനുഷ്യകുലം മുഴുവൻ ഉയർത്തെഴുന്നേൽക്കും. പക്ഷേ നിരവ്യത്യാസമുണ്ട്. കുറെ പേര് നിത്യജീവനായിട്ട് ഉയർത്തെഴുന്നേൽക്കുക, കുറെ പേര് നിത്യശിക്ഷാവിധിക്കായിട്ട് ഉയർത്തെഴുന്നേൽക്കുക. ഇതാണ് അതിൻ്റെ ഒരു കുഴപ്പം, ഇതാണ് അതിൻ്റെ ഒരു പ്രശ്നം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. പറഞ്ഞോളൂ. അതായത് 23-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് സെക്കൻഡ് കമ്മിങ് ആണോ? അതെ. അവിടെ ക്രിസ്തു പിന്നെ ആദാമിൽ എല്ലാവരും മരിക്കുന്ന പോലെ ക്രിസ്തു എല്ലാവരും ജീവിപ്പിക്കപ്പെട്ടു. ഓരോരുത്തരും സാധാരണ രീതിയിൽ അത്രേ. ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവിങ്കൽ. അതായത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഒലിവുമല പ്രത്യക്ഷത മാത്രമാണ്. അതെ. അതായത് രണ്ടാമത്തെ വരവ് എന്ന് പറയാം. രണ്ടാമത്തെ വരവ് നമുക്ക് വേണ്ടിയിട്ട് മധ്യാകാശ വരുന്ന വരവ് ഒരു രഹസ്യമാണ്. അതായത് പൗലോസിന് വെളിപ്പെട്ട രഹസ്യമാണ്. അതെ. അതാണ്. അപ്പൊ ഇത് രണ്ടാമത്തെ വരവിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, ആദാം മുതല് മരിച്ചുപോയ വിശുദ്ധന്മാരെല്ലാം കർത്താവിന്റെ സന്നിധിയിൽ അന്ന് ഉയർത്തെഴുന്നേൽക്കും. കർത്താവ് അവരോട് കൂടെ 1000 ആണ്ട് ഭൂമിയെ വാഴും. ആ ഉയർപ്പിനെ കുറിച്ചാണ് 23-ാം വാക്യം പറയുന്നത്. എന്നാൽ നമ്മളെ കുറിച്ചുള്ളത് ഇതെല്ലാം പറഞ്ഞു വന്നിട്ട് അവസാനം മഹാരഹസ്യത്തിന്റെ ഒരു പാണ്ഡക്കെട്ടഴിക്കുകയാണ് പൗലോസ് പറയുന്നത്. ഇവരെക്കാളും ഒക്കെ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുന്നവരും ജീവനോട് ഇരിക്കുകയാണെങ്കിൽ രൂപാന്തരപ്പെടുന്നവരും നമ്മളായിരിക്കും. ഞാൻ പറയട്ടെ, അബ്രഹാമിനേക്കാൾ മുമ്പ് പിതാക്കന്മാരെക്കാൾ മുമ്പ് വേണ്ട മാത്രമല്ല, നിങ്ങൾ ഓർക്കുക, 12 അപ്പോസ്തലന്മാരെക്കാൾ മുമ്പ് നമ്മളാണ് ഉയർത്തെഴുന്നേൽക്കുന്നത്. നമ്മളുടെ കാര്യം, നമ്മൾ ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തുവിനോട് സ്വർഗ്ഗത്തിലേക്ക് ചേർക്കപ്പെട്ടതിന് ശേഷം മാത്രമേ ഇവരുടെ ഉയർപ്പ് വരികയുള്ളൂ. ഇതൊരു വലിയ മർമ്മമാണ്, വലിയ രഹസ്യമാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്. 2 അപ്പന്മാരിലൂടെ ഭൂലോകത്തിന് ലഭിച്ചതായിരിക്കുന്ന ഒരുത്തനിലൂടെ പാപവും മരണവും, മറ്റേ അപ്പനിലൂടെ ലഭിച്ചതായിരിക്കുന്നത് മരണവും ഉയർപ്പും. എല്ലാവരും അതുകൊണ്ട് ഉയർത്തും. ക്രിസ്തു ഉയർത്തില്ലായിരുന്നെങ്കിൽ ഒരുത്തിനും ഉയർത്തില്ലായിരുന്നു. ഇതൊരു വലിയ സംഭവമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. എന്നാല് ഈ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തപ്പെടാൻ നമ്മൾ എന്ത് ചെയ്യണം? ക്രിസ്തുവിന്റെ ഈ പറയുന്ന ഉൽപ്രാവണത്തിൽ, അല്ലെങ്കിൽ കർത്താവ് മധ്യാകാശ വരുമ്പോൾ ഉയർത്തെഴുന്നേൽക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് എല്ലാവർക്കും അറിയാം, യേശു കർത്താവിന്റെ മരണം എൻ്റെ മരണമാണ് എന്ന് വിശ്വസിക്കണം. യേശു കർത്താവ് എനിക്ക് നീതീകരണം തന്നു എന്ന് വിശ്വസിക്കണം. അത് വ്യക്തിപരമായി ആ സത്യം അംഗീകരിക്കുകയും അത് വിശ്വസിക്കുകയും ചെയ്യുന്നതിലൂടെയാണ് ഈ ക്രിസ്തുവിന്റെ മധ്യാകാശ വരവിൻ നാളില് നമ്മൾ കർത്താവിനോട് ചേർക്കപ്പെടുകയുള്ളൂ, ഉയർത്തെഴുന്നേൽക്കപ്പെടുകയുള്ളൂ. ലോകത്തിലുള്ളായിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയാണ് ക്രിസ്തു മരിച്ചത്. പക്ഷെ അവർക്കാർക്കും അതിന്റെ ഫലം കിട്ടുകയില്ല. മറ്റുള്ളവർക്കാർക്കും അതിന്റെ ഫലം കിട്ടുകയില്ല. എന്താ കാരണം? കാരണം എന്താന്ന് വെച്ചാൽ അവരാരും ക്രിസ്തുവിനെ വിശ്വസിക്കുന്നില്ല. അവരാരും യേശു ക്രിസ്തുവിന്റെ പാവപരിഹാര മരണം അവരുടെ മരണമായിട്ട് കാണുന്നില്ല. ഒരു പിന്നെ നമ്മളിപ്പോ പറയുന്നവര് തന്നെ ജാതി തിരിച്ചു പറയുകയാണെങ്കിൽ, ഒരു മുസ്ലിം ആയാലും അല്ലെങ്കിൽ ഒരു ഹിന്ദു ആണെങ്കിലും ഏത് സിഖ് ജൈന മതക്കാരനാണെങ്കിലും അവരാരും ക്രിസ്തുവിനെ അംഗീകരിക്കുന്നില്ല. പക്ഷെ ക്രിസ്തു അവർക്കും കൂടി വേണ്ടിയാണ് മരിച്ചത്. എന്നാൽ അതുകൊണ്ട് തന്നെ ക്രിസ്തുവിന്റെ വിശുദ്ധന്മാരുടെ ഉയർത്തെഴുന്നേൽപ്പിന്റെ കാലത്ത് അവർക്കാർക്കും ഉയർത്തെഴുന്നേൽപ്പില്ല. എന്നാൽ അവരെല്ലാവരും ഉയർത്തെഴുന്നേൽക്കും. കാരണം ക്രിസ്തുവിന്റെ ഉയർപ്പ് അവരുടെയും കൂടി ഉയർപ്പിന് കാരണമായി തീർന്നു. പക്ഷെ അവർ ഉയർത്തെഴുന്നേറ്റിട്ട് എങ്ങോട്ട് പോകുമെന്ന് ചോദിച്ചാൽ ന്യായം വിധിക്കപ്പെട്ട് ശിക്ഷാവിധിയിലേക്ക് പോകും. ഇതാണ് അതിന്റെ കുഴപ്പം.
അപ്പൊ ഇത് സാർവത്രികമാണ്. അതുകൊണ്ടാണ് ക്രിസ്തുവിനെ രണ്ടാമത്തെ ആദാം എന്ന് വിളിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്തെ ആദാം എന്ന് വിളിക്കുന്നത്. ഈ ക്രിസ്തുവിന്റെ മരണം നമ്മുടെ മരണം ആകുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? യേശു ക്രിസ്തുവിന്റെ മരണം നമ്മുടെ മരണമാകുന്നത് എങ്ങനെയാണ് ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ അതിന് നിങ്ങൾക്ക് നല്ലൊരു ഉദാഹരണം പറഞ്ഞുതരാം. മത്തായി സുവിശേഷം 12-ാം അധ്യായം അതെടുക്കാം. ക്രിസ്തുവിന്റെ മരണം നമ്മുടെ മരണം ആകുന്നത് എങ്ങനെയാണെന്ന് കൂടി പറഞ്ഞുതരാം. മത്തായി സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യം. മത്തായി 12-ന്റെ 22-ാമത്തെ വാക്യം. അനന്തരം ചിലർ കുരുടനും ഊമനുമായ ഒരു ഭൂതഗ്രസ്തനെ അവന്റെ അടുത്ത് കൊണ്ടുവന്നു. ഊമൻ സംസാരിക്കുകയും കാണുകയും ചെയ്യുവാൻ തക്കവണ്ണം അവൻ അവനെ സൗഖ്യമാക്കി. മതി പാസ്റ്ററെ. ഈ ഒറ്റ വാക്യത്തിൽ എഴുതിയിരിക്കുന്നതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പോയിന്റ് മനസ്സിലായോ? ഒറ്റ വാക്യമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഈ കുരുടനും ഊമനുമായിരിക്കുന്ന ഈ മനുഷ്യൻ ഈ ഭൂതം ബാധിക്കുന്നതിന് മുമ്പ് കുരുടനും ഊമനും ആയിരുന്നില്ല. അവൻ നന്നായിട്ട് കണ്ണ് കാണാൻ കഴിയുന്നവനും സംസാരിക്കാൻ കഴിയുന്നവനുമായിരിക്കുന്ന ഒരു പൂർണ്ണ ആരോഗ്യവാനായിരിക്കുന്ന എല്ലാ അവയവങ്ങളും നന്നായി പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. എന്നാൽ ഈ മനുഷ്യന്റെ ഉള്ളില് ഊമനും കുരുടനുമായിരിക്കുന്ന ഒരു ദുരാത്മാവ് ബാധിച്ചപ്പോൾ എന്താ സംഭവിച്ചെന്നറിയാമോ? ആ മനുഷ്യൻ ആ ആത്മാവിന്റെ എല്ലാ പ്രകൃതിയോടും ആ മനുഷ്യൻ അനുരൂപമായി തീർന്നു. നന്നായി സംസാരിക്കുന്ന മനുഷ്യൻ, നന്നായി കാണാൻ കഴിയുന്ന മനുഷ്യൻ, ആ മനുഷ്യന്റെ മേൽ കുരുടനും ഊമനുമായിരിക്കുന്ന ഒരു ദുരാത്മാവ് ബാധിച്ചപ്പോൾ ഇവന് കാഴ്ചയില്ലാതെയായി, ഇവന് സംസാരശേഷി ഇല്ലാതെയായി. ആത്മാവിലല്ലേ ആത്മാവ് ബാധിക്കുന്നത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു മനുഷ്യന്റെ ആത്മാവിലാണ് ആത്മാവ് ബാധിക്കുന്നത്, ദുരാത്മാവ് ബാധിക്കുന്നത്. ദുരാത്മാവായാലും കർത്താവിന്റെ പരിശുദ്ധാത്മാവായാലും നമ്മളിൽ വ്യാപരിക്കുന്നത് എവിടെയാന്ന് വെച്ചാൽ നമ്മുടെ ആത്മാവിനോടാണ്. അപ്പോ ഈ ആത്മാവ്, ഈ സ്വഭാവമുള്ള അല്ലെങ്കിൽ ഈ പ്രകൃതിയുള്ള കുരുടനും ഊമനുമായ ആത്മാവ് ബാധിച്ചപ്പോൾ ഈ മനുഷ്യൻ കുരുടനും ഊമനുമായി തീർന്നു. എന്നാൽ നമ്മൾ അവിടെ വായിച്ചു നോക്കി, കർത്താവ് അവനെ സൗഖ്യമാക്കി. സൗഖ്യമാക്കിയപ്പോൾ എന്ത് സംഭവിച്ചു? ഊമൻ സംസാരിക്കുകയും കാണുകയും ചെയ്യുവാൻ തക്കവണ്ണം അവനെ സൗഖ്യമാക്കിയെന്ന്. വാക്യം ഒന്നുകൂടി പറയാം. മത്തായി സുവിശേഷം 12-ന്റെ 22. ഇങ്ങനെ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഒരു വാക്യമുണ്ട്, ഞാൻ എല്ലാം എടുക്കുന്നില്ല. അതായത് കർത്താവ് ഈ മനുഷ്യനെ സൗഖ്യമാക്കി കഴിഞ്ഞപ്പോൾ പഴയ പോലെ ഈ മനുഷ്യന്റെ കണ്ണും കാണാം, അവന്റെ വായും തുറന്നു, അവൻ സംസാരിക്കാൻ തുടങ്ങി. ഇനി ഇത് മനസ്സിൽ വെക്കുക. അപ്പോ നമ്മുടെ ആത്മാവിന്റെ മേൽ ഏതൊരു പ്രകൃതിയിലുള്ള ആത്മാവാണോ ബാധിക്കുന്നത്, ആ ആത്മാവിന്റെ പ്രകൃതി നമ്മുടെ പ്രകൃതിയായി തീരും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? പോയിന്റ് മനസ്സിലായോ? അങ്ങനെ ഈ കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ക്രിസ്തുവിന്റെ ആത്മാവാണ് നമ്മളിലേക്ക് വന്നത്, അല്ലെ? ക്രിസ്തുവിന്റെ ആത്മാവ് എന്തിനൊക്കെ പങ്കാളിയായി? കഷ്ടാനുഭവങ്ങൾക്ക് പങ്കാളിയായി, മരണത്തിന് പങ്കാളിയായി. ക്രിസ്തു കഷ്ടം അനുഭവിച്ചു, ക്രിസ്തു മരിച്ചു, ക്രിസ്തു മരിച്ചവരിൽ നിന്ന് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ആ ക്രിസ്തുവിന്റെ ആത്മാവ് നമ്മളിലേക്ക് വന്നപ്പോൾ ആ ക്രിസ്തുവിന്റെ ആത്മാവിന്റെ പ്രകൃതി നമ്മുടെ പ്രകൃതിയായി. ഇപ്പൊ പോയിന്റ് മനസ്സിലായോ നിങ്ങൾക്ക്? ക്രിസ്തുവിന്റെ മരണം എൻ്റെ മരണമായി, ക്രിസ്തുവിന്റെ പുനരുദ്ധാനം എൻ്റെ പുനരുദ്ധാനമായി. ഇവിടെയാണ് അത്ഭുതം സംഭവിക്കുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെയാ ക്രിസ്തുവിനോട് കൂടെ മരിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പുതിയ നിയമം വായിക്കുമ്പോഴൊക്കെ നിങ്ങൾ അവനോട് കൂടെ മരിച്ചു എങ്കിൽ അവനോട് കൂടെ ജീവിക്കും, നിങ്ങൾ അവനോട് കൂടെ മരിച്ചിരിക്കുന്നുവല്ലോ, നിങ്ങൾ അവനോട് കൂടെ മരിച്ചു, അടക്കപ്പെട്ടു, കുഴിച്ചിടപ്പെട്ടു, റോമലേഖനം 6-ാം അധ്യായത്തിലൊക്കെ ഒരുപാട് സ്ഥലങ്ങളിലാണ് വായിക്കുന്നത്. അപ്പൊ ഇത് എങ്ങനെയാ നമ്മളിൽ സാധ്യമായ? ഇന്ന്
ക്രിസ്തു മരിച്ചിട്ട് 2000 വർഷം മുമ്പാണ് ക്രിസ്തു മരിച്ചതും ഉയർത്തെഴുന്നേറ്റതും. ഈ 2000 വർഷം കഴിഞ്ഞ് ജീവിക്കുന്ന നമ്മളിൽ ഇതെങ്ങനെ സാധ്യമാകുന്നു, ഇത് നമ്മളിൽ എങ്ങനെ സംഭവിച്ചു എന്ന് പലർക്കും എന്തോ ആരെങ്കിലും പറയുന്നുണ്ടോ? ഇല്ലല്ലോ. നമ്മളിൽ എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോൾ പലർക്കും ഒരു തപ്പലും തടങ്ങലുക അതിന്റെ ഉത്തരം കണ്ടെത്താൻ. എന്നാൽ നിങ്ങൾക്ക് ഇപ്പൊ കാര്യം മനസ്സിലായോ? കഷ്ടാനുഭവവും മരണവും സഹിച്ച, ശവസംസ്കാരം അനുഭവിച്ച, മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്നപ്പോൾ ക്രിസ്തു കടന്നുപോയ വഴികളിലെ ക്രിസ്തുവിന്റെ അനുഭവങ്ങളെല്ലാം എന്റെയും നിങ്ങളുടെയും അനുഭവമായി തീർന്നു. എത്ര വലിയ സത്യമാണെന്നറിയാമോ? ഇതൊന്നും നമ്മളെ ഒന്നും ഇതുവരെ ആരും പഠിപ്പിച്ചു തന്നിട്ടില്ല. ഞാൻ ഓർക്കുന്നത് 10-30 വർഷമൊക്കെ ഞാനും പല സഭകളിലൊക്കെ ആയിരുന്നപ്പോഴും ഈ ഒരു മരണമൊക്കെ എങ്ങനെ സംഭവിച്ചു എന്ന് വെച്ചാൽ ആർക്കും ഒന്നും അറിയില്ല. നമ്മൾ മരിച്ചവരാണെന്നൊക്കെ പറയും, പക്ഷെ ഇതെങ്ങനെ സംഭവിച്ചെന്ന് വെച്ചാൽ ആർക്കും അറിയില്ല. ഇതാണ് അതിന്റെ പൊരുള്. നോക്കിയാൽ റോമാലേഖനം 8-ാം അധ്യായം, റോമാലേഖനം 8-ാം അധ്യായത്തിലേക്ക് വരാം. റോമാലേഖനം 8-ാം അധ്യായം 8-ാം അധ്യായം അതിന്റെ 9, 10, 11 വാക്യങ്ങളൊന്ന് വായിക്കാം. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികയും ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. ആ പോയിന്റ് ഒക്കെ കുറിച്ചു വെക്കണം. നമ്മളിൽ നിന്ന് വസിക്കുന്ന ക്രിസ്തുവിന്റെ ആത്മാവാ, ക്രിസ്തുവിന്റെ ആത്മാവ്. ആ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. താഴ്ത്ത വാക്യം 10. ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപനിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകും. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മധ്യ ശരീരത്തിലേക്ക് ജീവിക്കും. ഇപ്പൊ മനസ്സിലായോ? പോയിന്റ് മനസ്സിലായോ? എങ്ങനെയാ ഈ ക്രിസ്തുവിന്റെ മരണം എന്റെ മരണമായത്? എങ്ങനെയാ ക്രിസ്തുവിന്റെ ഉയർപ്പ് എന്റെ ഉയർപ്പായത്? ഈ ക്രിസ്തുവിന്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഉയർക്കുന്നത്. ഉയർത്തെഴുന്നേറ്റവന്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നത്, അതുകൊണ്ട് നമ്മൾ ഉയർക്കും. ഇതൊക്കെ തരംതിരിച്ചെടുക്കണം. നോക്കിയേ, ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപനിമിത്തം മരിക്കേണ്ടതെങ്കിലും, ഈ ശരീരത്തിന് മരണമില്ലാതെന്നിരിക്കില്ല. കർത്താവ് വരാൻ താമസിച്ചത് നമുക്ക് പ്രായാധികം കൊണ്ടോ വല്ല രോഗം കൊണ്ടോ ഒക്കെ നമ്മൾ മരിക്കാം. അവിടെ പറയാണ് ശരീരം പാപനിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ്, നമ്മുടെ ഉള്ളിലെ ആത്മാവ് ജീവൻ പ്രാപിച്ച ആത്മാവാ, ഉയർത്തെഴുന്നേറ്റവന്റെ ആത്മാവാ നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത്. ആ ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്ത ശരീരങ്ങളെയും ഉയർപ്പിക്കും. ഇതാണ് ആ പൊരുള്. ഇതൊക്കെ നമ്മൾ സാധാരണഗതിയിൽ വായിച്ചെന്ന് പോകാറേ ഉള്ളൂ. പക്ഷെ ഇതിൻ്റെയൊക്കെ ആ ആഴങ്ങളിലേക്ക് ചെല്ലുമ്പോഴാണ് ഇതിൻ്റെ ആ വലിയ മഹത്വം നമ്മൾ കണ്ടെത്തുക. പ്രിയമുള്ളവരെ, അത് നമ്മൾ മനസ്സിലാക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ചിന്തിക്കണം. ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം. ഗലാത്യർ 2:20. 2:20 എങ്ങനെയാ വായിക്കുന്നത്? ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അല്ല സിസ്റ്ററെ, കണ്ടോ? വായിച്ചേ. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രനിലുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത്. പൗലോസ് അവകാശപ്പെടുന്ന അവകാശം കണ്ടോ നിങ്ങള്? അതായത് ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടു എന്ന്. അതെങ്ങനെ നമ്മൾ സംഭവിച്ചു എന്ന് ചോദിച്ചപ്പോ കാര്യം മനസ്സിലായില്ലേ? ക്രൂശിക്കപ്പെട്ടവന്റെ ആത്മാവാ എന്നിൽ വസിക്കുന്നത്. ഞാൻ ക്രൂശിക്കപ്പെട്ടത് കാരണം ഞാനും നിങ്ങളും ഒക്കെ ക്രൂശിക്കപ്പെട്ടു. എന്നിട്ട് പറയാ, ഇനി ജീവിക്കുന്ന ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നത്. കാരണം ക്രിസ്തുവിന്റെ ആത്മാവാ എന്നിൽ ജീവിക്കുന്നത്. അപ്പൊ ഞാനല്ല ശരിക്കും ജീവിക്കേണ്ടത്, നമ്മൾ ഓരോരുത്തരും അല്ല ജീവിക്കേണ്ടത്, ക്രിസ്തുവാണ് നമ്മളിൽ ജീവിക്കുന്നത്. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നു, എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെ ലഭിച്ചു കൊടുത്ത ദൈവത്വങ്ങളുടെ വിശ്വാസത്താൽ അത്രേ. കൊലോസ്യ, അപ്പൊ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ട കാര്യം കണ്ടില്ലേ? കൊലോസ്യ ലേഖനം അതിന്റെ 3-ാം അധ്യായത്തിന്റെ വാക്യങ്ങൾ. 3-ാം അധ്യായത്തിന്റെ 2-ാം അധ്യായത്തിന്റെ 20. കൊലോസ്യർ 2:20. കൊലോസ്യർ 2:20.
നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ലോകത്തിന്റെ ആദ്യ പാപങ്ങൾ സംബന്ധിച്ച് മരിച്ചുവെങ്കിൽ ലോകത്തിൽ ജീവിക്കുന്നവരെ പോലെ മാനുഷിക കൽപ്പനകൾക്കും ഉപദേശങ്ങൾക്കും അനുസൃതമായി പിടിക്കരുത്, രുചിക്കരുത്, തൊടരുത് എന്നുള്ള ചട്ടങ്ങൾക്ക് കീഴ്പ്പെടുന്നത് എന്ന്. മതി മതി. അവിടെ 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 മറ്റൊരു ഉപദേശമാണ് പറയുന്നത്. ഇവിടെ പറഞ്ഞ കേട്ടോ 20-ാം വാക്യം നോക്കിയാൽ, നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ലോകത്തിന്റെ ആദ്യ പടങ്ങൾ സംബന്ധിച്ച് മരിച്ചു. നമ്മൾ മരിച്ചവരാണെന്ന് തന്നെ പറയുന്നത്. നമ്മള് പഠിച്ചു വരുന്ന വാക്യം നിങ്ങളുടെ മനസ്സിൽ നിന്ന് വിട്ടുപോകരുതേ. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കി, ആകയാൽ അടിമ നോകത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. അല്ലെ? എങ്ങനെ സ്വതന്ത്രരാക്കിയെന്ന്? മനുഷ്യൻ ജീവനോടിരിക്കുന്ന കാലത്തൊക്കെ ന്യായപ്രമാണത്തിന് അവന്റെ മേൽ കർത്തൃത്വമുണ്ട്. എന്നാൽ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ മേൽ പിന്നെ കർത്തൃത്വം ഇല്ല. ഞാൻ മരിച്ചവനായി. എങ്ങനെ മരിച്ചു? മരിച്ചവന്റെ ആത്മാവ് എന്നിൽ വസിക്കുന്നതുകൊണ്ട് ഞാനും മരിച്ചവനായി തീർന്നു. അതുകൊണ്ടാണ് എൻ്റെ പ്രത്യാശ, നമ്മുടെ ഓരോരുത്തരുടെയും പ്രത്യാശ, നാം ഉയർക്കും. കാരണം ഉയർത്തെഴുന്നേറ്റവന്റെ ആത്മാവാ നമ്മൾ വസിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഉയർക്കും. എന്തൊരു അത്ഭുതം നോക്കിയേ. എന്നിട്ട് പറയാണ് കൊലോസ്യലേഖനം 3-ാം അധ്യായം, അതിന്റെ തന്നെ അത് താഴേക്ക് പറയാം, നിങ്ങൾ മരിച്ചു, നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ലോകത്തിന്റെ ആദ്യ പടങ്ങളെ സംബന്ധിച്ച് മരിച്ചു. 3-ാം അധ്യായം നോക്കിയേ, കൊലോസ്യലേഖനം 3-ാം അധ്യായത്തിന്റെ 1 മുതല്. സംഭവിച്ചു എന്നാ പറയുന്നത്. സംഭവിച്ചു എന്ന് പറഞ്ഞത് അതായത് ഉയർത്തെഴുന്നേറ്റവന്റെ ആത്മാവ് വസിക്കുന്നതുകൊണ്ട് നമ്മളും ഇന്ന് ഉയർത്തെഴുന്നേൽക്കപ്പെട്ടവരായി തീർന്ന ഒരു അവസ്ഥയിലാണ് ഉള്ളതെന്ന്. അതൊരു അക്ഷരാർത്ഥത്തിലുള്ള ഒരു കാര്യം സംഭവിക്കാനിരിക്കുന്നുള്ളൂ. ഉയർത്തെഴുന്നേൽപ്പ് വരും. എന്നാൽ ഇപ്പോൾ തന്നെ നമ്മളിൽ ഉയർത്തെഴുന്നേറ്റവന്റെ ആത്മാവ് വസിക്കുന്നു. ക്രിസ്തുവിനോട് മരണവും സംഭവിച്ചു, ഉയർത്തെഴുന്നേൽപ്പും സംഭവിച്ചു എന്നാ ഈ പറഞ്ഞതിന്റെ അർത്ഥം. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽക്കുക, ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ള അന്വേഷിപ്പിൻ, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. ഇവിടെയൊക്കെ പറയുന്ന കാര്യം എന്നറിയാമോ? ഈ ഒരു മരണവും ഉയർപ്പും നമ്മളിൽ സംഭവിച്ചത് കൊണ്ട് നാം സ്വതന്ത്രരായി. എൻ്റെ സമയം കഴിയാനായി. ഓക്കെ, ഗലാത്യ ലേഖനം നമ്മൾ പഠിച്ചു വരുന്നതായിരിക്കുന്ന ഗലാത്യ ലേഖനത്തിലേക്ക് വരാം. പഠിച്ചു വരുന്ന ഗലാത്യ ലേഖനം 5-ാം അധ്യായം. ഇനി നിങ്ങൾ ഈ 5-ാം അധ്യായത്തിന്റെ ആ വാക്യം ഒന്ന് വായിച്ചു നോക്കിയേ. അപ്പൊ നിങ്ങൾക്ക് ഈ കാര്യം ബോധ്യമാകില്ലേ? സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ന്യായപ്രമാണത്തിൽ നിന്ന് സ്വതന്ത്രരാക്കിയത് എങ്ങനെയാന്ന് ഞാൻ പറഞ്ഞതല്ലോ. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ, അടിമതുകത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. 2-ാം വാക്യം, നിങ്ങൾ പരിച്ഛേദനയേറ്റാൽ ക്രിസ്തുവിനെ കൊണ്ട് ക്രിസ്തുവിനോട് വേർപെട്ടു പോയി, നിങ്ങൾ തെരുവിൽ നിന്ന് വീണുപോയി. ഞങ്ങളോ വിശ്വാസത്താൽ നീതി ലഭിക്കുമെന്നുള്ള പ്രത്യാശ നിർത്തിയെ ആത്മാവിനാൽ കാത്തിരിക്കുന്നു. ക്രിസ്തു യേശുവിൽ പരിച്ഛേദനയല്ല, അഗ്നിചർമ്മവുമല്ല, സ്നേഹത്താൽ വ്യാപരിക്കും എന്ന വിശ്വാസം അത്രേ കാര്യം. മതി ഭാഷ. താഴേക്ക് പറയണമെന്നുണ്ട്. നമുക്ക് സമയം കഴിഞ്ഞു. നമുക്ക് 1 മണിക്കൂറാകാനായി. ഞാൻ നിർത്താൻ പോവുകയാണ്. ഇവിടെ പറയാണ്, നിങ്ങൾ പരിച്ഛേദന ഏറ്റാൽ നിങ്ങൾക്ക് ക്രിസ്തുവിനെ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ലെന്ന്. ഈ പരിച്ഛേദന എങ്ങനെയാ വന്നതെന്ന് അറിയാമല്ലോ. ആരെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്തേ. പരിച്ഛേദന ആർക്കാ കൊടുത്തേ? വളരെ കറക്റ്റാണ്. അബ്രഹാമിന് പരിച്ഛേദന എന്ന ഉടമ്പടി കൊടുത്തപ്പോൾ അത് എന്തിനാണ് ആ ഉടമ്പടി, പരിച്ഛേദന ചെയ്യാൻ പറഞ്ഞതെന്ന് അറിയാമോ? കറക്റ്റാണ്. നിങ്ങൾ അതും കൂടി ഒന്ന് വായിച്ചു പോയാൽ നല്ലതായിരിക്കും. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം. ഉൽപ്പത്തി പുസ്തകം അതിന്റെ 17-ാം അധ്യായം. അതിന്റെ 7 മുതലുള്ള വാക്യം, 17-ന്റെ 7 മുതൽ വായിക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. ദൈവമായിരിക്കുന്നതിന് ഞാൻ എനിക്കും നിനക്കും നിത്യശേഷം തലമുറയായി നിന്റെ സന്തതിക്കും മധ്യേ എന്റെ നിയമത്തെ നിത്യ നിയമമായി സ്ഥാപിക്കും. വായിച്ചോ. നിത്യ നിയമമായി
സ്ഥാപിക്കും. ഞാൻ നിനക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും നീ പ്രവാസം ചെയ്യുന്ന ദേശമായ കാനാൻ ദേശമൊക്കെയും ശാശ്വത അവകാശമായി തരും. ഞാൻ അവർക്ക് ദൈവവുമായിരിക്കും. ദൈവം പിന്നെയും അബ്രഹാമിനോട് അരുളി ചെയ്തത്, നീയും നിന്റെ ശേഷം തലമുറ തലമുറയായി നിന്റെ സന്തതിയും എന്റെ നിയമം പ്രമാണിക്കണം. എനിക്കും നിങ്ങൾക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും മധ്യേയുള്ളതും നിങ്ങൾ പ്രമാണിക്കേണ്ടതുമായ എന്റെ നിയമം ആവുക. നിങ്ങൾ പുരുഷ പ്രജയൊക്കെയും പരിച്ഛേദന ഏൽക്കണം. നിങ്ങളുടെ അഗ്രചർമ്മം പരിച്ഛേദന ചെയ്യണം. അത് എനിക്കും നിങ്ങൾക്കും മധ്യേയുള്ള നിയമത്തിന്റെ അടയാളമാകും. മതി 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 സിസ്റ്ററെ, താങ്ക് യു മതി. ഇവിടെ ഒരു പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കിയോ? ദൈവം അബ്രഹാമിനോട് പറയാ, ഞാൻ നിനക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും ഇടയിലെ എന്റെ നിയമത്തെ നിത്യ നിയമമായി സ്ഥാപിക്കും. ആ നിയമം ന്യായപ്രമാണം. ആ നിയമം ന്യായപ്രമാണമാണ്. ആ ന്യായപ്രമാണം നിന്റെ സന്തതിക്കും എന്ന് പറഞ്ഞ ക്രിസ്തുവിലൂടെ ന്യായപ്രമാണമാണ് സ്ഥാപിക്കപ്പെട്ടത്. ആ സ്ഥാപിക്കപ്പെട്ടതായിരിക്കുന്ന നിയമത്തിന് ഞാൻ നിനക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും നിയമിക്കുന്ന നിയമത്തിന്റെ അടയാളമായിരിക്കും പരിച്ഛേദന. പരിച്ഛേദന ന്യായപ്രമാണത്തിന്റെ അടയാളമായിരിക്കും. ചുരുക്കമായിട്ടെന്ന് പറയുക, പരിച്ഛേദന എന്താന്ന് പറഞ്ഞാൽ ന്യായപ്രമാണത്തിന്റെ അടയാളം. ന്യായപ്രമാണത്തിന്റെ ഒരു മുഖ്യ ഉപദേശമാണ് പരിച്ഛേദന, നമുക്കറിയാം. പക്ഷെ ന്യായപ്രമാണം കൊടുക്കുന്നതിന് മുമ്പേ അബ്രഹാം മുഖാന്തരം പരിച്ഛേദന കൊടുത്തു, അതും നമുക്കറിയാം. ഇത് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ, ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ദൈവം പറഞ്ഞെന്നറിയാമോ? ഞാൻ എൻ്റെ നിയമം സ്ഥാപിക്കും, നിനക്ക് നിന്റെ സന്തതിയുടെയും മധ്യസ്ഥ ഒരു നിയമം സ്ഥാപിക്കും. ആ നിയമം ന്യായപ്രമാണമാണ്. അതിന്റെ അടയാളമായിട്ട് നീയും നിന്റെ കുടുംബത്തിലുള്ളവരെല്ലാം ദാസന്മാരെല്ലാവരും പരിച്ഛേദന ഏൽക്കണം. ഈ പരിച്ഛേദന ന്യായപ്രമാണത്തിന്റെ അടയാളമാണ്. എന്നിട്ട് ഇത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഈ വാക്യം വായിച്ചേ. ഇപ്പൊ നമ്മൾ പഠിച്ചില്ലേ ഗലാത്യലേഖനം 5-2 വാക്യം വായിച്ചേ. ഇത് മനസ്സിലാക്കിക്കൊണ്ട് 5-2 വാക്യം നിങ്ങൾ വായിച്ചോ. നിങ്ങൾ പരിച്ഛേദനയേറ്റാൽ ക്രിസ്തുവിനെ കൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രയോജനമില്ല എന്ന്. അപ്പോ ഈ പരിച്ഛേദന ഏറ്റു കഴിഞ്ഞാൽ എന്താന്ന് പറഞ്ഞേ? അടുത്ത വാക്യം 3-ാം വാക്യം. മുഴുവൻ നിവർത്തിപ്പാൻ കടപ്പെട്ടിരിക്കും. അപ്പൊ ഞാൻ ന്യായപ്രമാണം മതി സിസ്റ്ററെ. അപ്പൊ ന്യായപ്രമാണം ആചരിച്ചു കൊള്ളാം എന്നുള്ള എഗ്രിമെന്റ് ആണ് പരിച്ഛേദന. മനസ്സിലായോ? ഞാൻ ഇനി ന്യായപ്രമാണം ചെയ്തു കൊള്ളാം, ന്യായപ്രമാണം അനുസരിക്കാൻ കർത്താവേ എന്നുള്ളതിന്റെ അടയാളമാണ്, എഗ്രിമെന്റ് ആണ് പരിച്ഛേദന. അതുകൊണ്ട് നിങ്ങൾ പരിച്ഛേദനയേറ്റാൽ ക്രിസ്തുവിനെ കൊണ്ട് നിങ്ങൾക്ക് ഒരു ലാഭവുമില്ല, ഒരു പ്രയോജനവുമില്ല. ഈ കാര്യങ്ങൾ അടുത്ത ആഴ്ചയിൽ ഞാൻ കുറച്ചും കൂടെ വിശദമായിട്ട് പറയാം. ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായിരിക്കുന്ന നാമം മഹത്വപ്പെടട്ടെ. ഇന്ന് പുതുതായിട്ട് വന്നു ചേർന്ന എല്ലാവർക്കുമായിട്ട് ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുന്നു.